Naming of alkanes, part 1. Simple alkanes. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കുറച്ച് ആൽക്കെയിൻസിനാണ് നമ്മളിന്ന് പേരിടുക. അപ്പോൾ ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ആൽക്കെയിൻ വരയ്ക്കാം. ഏറ്റവും സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ഉള്ളത് അല്ലേ, അതിൽ നിന്നുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാർബണുള്ള ഒരു ഹൈഡ്രോ കാർബൺ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഒരു കാർബൺ, നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കാർബണിന് 4 കൈയുണ്ട്. 1 2 3 4 4 കൈയുണ്ട് ഈ കാർബണിന്. ഈ 4 കൈയിലും ഓരോ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യും. H H H H. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH4 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണം. എന്തായിരിക്കും പേര് കൊടുക്കുക? എത്ര കാർബൺ ഉണ്ട് ഇതിൽ? ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ. ഒറ്റ കാർബൺ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? മെത്തിലാണ് തുടങ്ങുക അല്ലേ, മെത്ത്. ഇനി അതൊരു ആൽക്കെയിൻ അല്ലേ, എല്ലായിടത്തും സിംഗിൾ ബോണ്ട് മാത്രമല്ലേ ഉള്ളൂ. സോ ഏതാ നമ്മൾ സഫിക്സ് എയിൻ. സോ ഇതിൻ്റെ പേരാണ് മീഥേൻ. മീഥേൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് ആൽക്കെയിൻ, മീഥേൻ. ഇനി അടുത്ത ഒരെണ്ണം വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇനി ഞാൻ 2 കാർബൺ ഉള്ളത് നോക്കുകയാണ്. 2 കാർബൺ വരുമ്പോൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഒരു കാർബൺ ഒരു കൈ കൊണ്ട് വേറൊരു കാർബണിനെ പിടിച്ചിട്ടുണ്ട്. ഈ കാർബണിന് ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി ഇനി 3 കൈ ബാക്കിയുണ്ട്. ഈ കാർബൺ ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 3 കൈ ബാക്കിയുണ്ട്. അവിടെയെല്ലാം ഹൈഡ്രജൻ വന്ന് ജോയിൻ ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ചെറുതാക്കി വരയ്ക്കുക? ഈ കാർബൺ അതിനെ ബോണ്ട് ചെയ്തിട്ട് 3 ഹൈഡ്രജൻ ഉണ്ട്, സിംഗിൾ ബോണ്ട്. അടുത്ത കാർബൺ അതിനെ ബോണ്ട് ചെയ്തിട്ട് 3 ഹൈഡ്രജൻ ഉണ്ട്, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെയായിരിക്കും ഇടുക? ഇതിൽ 2 കാർബൺ ഉണ്ട് അല്ലെ, നമ്പർ ഓഫ് കാർബൺസ് 2 ആണ്. എത്തെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എയിൻ എന്ന് അവസാനിപ്പിക്കും. സോ CH3 സിംഗിൾ ബോണ്ട് CH3, ഇതിനെ വിളിക്കുന്ന പേരാണ് ഈത്തേൻ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. 3 കാർബൺ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 3 കാർബൺ അപ്പം ഞാൻ വരയ്ക്കാൻ പോവാണ്. 3 കാർബൺ, ഒരു കാർബൺ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ. ഇനി ഈ കാർബണിന് 4 കൈ ഉണ്ട്, ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 3 കൈ. ഈ കാർബണിനും 4 കൈ ഉണ്ട്, ഒരു കൈ ഇങ്ങോട്ട് എടുത്തു, ഒരു കൈ ഇങ്ങോട്ട് എടുത്തു, ബാക്കി 2 കൈ. ഈ കാർബണിന് 4 കൈ ഉണ്ട്, ഒരു കൈ ഇങ്ങോട്ട് എടുത്തു, ബാക്കി 3 കൈ. ഇവിടെ എല്ലാം ഹൈഡ്രജൻ വന്ന് ബോണ്ട് ഫോം ചെയ്യും. H H H H H H H H. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതും നമ്മൾ? CH, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. സിംഗിൾ ബോണ്ട് CH, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. സിംഗിൾ ബോണ്ട് CH, 3 ഹൈഡ്രജൻ. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 3 കാർബൺ. 3 കാർബൺ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാ തുടങ്ങുക? പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് മാത്രമുള്ള ആൽക്കെയിൻ അല്ല ഇത്. സോ എങ്ങനെ അവസാനിപ്പിക്കുക? എയിൻ. സോ ഇതൊരു നോർമൽ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, നോർമൽ പ്രൊപ്പൈൻ. ഇനി നമുക്കൊരു കുറച്ചുകൂടെ കൂടിയ ഒരെണ്ണം നോക്കാം. ഒരു 8 കാർബൺ ഉള്ളത് നോക്കാം, എങ്ങനെ വരയ്ക്കാന്ന്. 8 കാർബൺ വരുമ്പോൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. 1 2 3 4 5 6 7 8 അല്ലേ. ഈ കാർബണിന് 4 കൈ ഉണ്ട്, ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 3 കൈ. ഈ കാർബണിന് 4 കൈ ഉണ്ട്, 1 2 3 4. ഈ കാർബൺ 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4. ഇവിടെ എല്ലാം ഹൈഡ്രജൻ വന്ന് ബോണ്ട് ഫോം ചെയ്യും. H H. നിങ്ങൾ തന്നെ ബുക്കിലൊന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. CH3 സിംഗിൾ ബോണ്ട് CH2 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 സിംഗിൾ ബോണ്ട് CH2. എത്രയാണ്? 3 3 6 1 7. സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേര് നമ്മൾ എങ്ങനെ എഴുതും? 8 കാർബൺ ഉണ്ട്. സോ നമ്മൾ ഒക്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ എയിൻ, ഒക്ടെയിൻ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചൊന്ന് നോക്കാം. പേര് പറഞ്ഞിട്ട് നമുക്ക് വരയ്ക്കുന്ന എങ്ങനെയാണെന്നും കൂടി നോക്കാം. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ സിമ്പിൾ ഹൈഡ്രോ കാർബൺസ് കഴിയും. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിന് പിന്നെ ജസ്റ്റ് ടു ഡ്രോ ഹൈഡ്രോ കാർബൺസ്, ടു ഡ്രോ സിമ്പിൾ ആൽക്കെയിൻസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പേര് തരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു പെൻറ്റെയിൻ വരയ്ക്കാം. നോർമൽ പെൻറ്റെയിൻ എങ്ങനെയായിരിക്കും വരയ്ക്കുക? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെൻറ്റ്, ആദ്യത്തെ നോക്കിയാൽ പെൻറ്റ് എന്നാണ് അല്ലേ. അപ്പം 5 കാർബൺ ഉണ്ടാവണം. എയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കെയിൻ ആണ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കാന്ന്. പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ അല്ലേ. അപ്പം നമ്മൾ ആദ്യം കാർബൺ ആണ് വരയ്ക്കേണ്ടത്. 1, 2, 3, 4, 5. ഈ കാർബൺ എല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ട് ആണുള്ളത്. അത് നമ്മൾ വരച്ചു. ഇനി ഒരു കാർബണിന് എത്ര കൈയുണ്ട്? 4 കൈയാണുള്ളത് അല്ലേ. ഈ കാർബൺ ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 3 കൈയുണ്ട്. ഈ കാർബൺ 2 കൈ, ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 2 കൈ. ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു, 2 കൈ, ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു. കാർബണിന് 3 കൈ. അവിടെയെല്ലാം ഹൈഡ്രജൻ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ആൽക്കെയിനെ നമ്മൾ വരയ്ക്കുക. പേര് തന്നിട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുക. ആദ്യം കാർബൺ വരയ്ക്കുക, എത്ര കൈ ഉണ്ടെന്ന് വെച്ചിട്ട് ബാക്കി ഹൈഡ്രജൻസിനെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. 5 കാർബൺ ഉണ്ട്. പെൻറ്റ് സിംഗിൾ ബോണ്ടഡ് ആണ്, അതുകൊണ്ട് എയിൻ, പെൻറ്റെയിൻ ആണിത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ഫോർമുല. കാർബണിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല വരച്ചേക്കുന്നത്. സോ ഇറ്റ്സ് കോൾഡ് സ്ട്രക്ചറൽ ഫോർമുല. ഇങ്ങനെ നമ്മൾ ഇതിനെ ഇനി നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട് മൊത്തം? 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, 2, 7, 2, 9, 3, 12. C5H12. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളിക്കുലർ ഫോർമുല എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മോളിക്കുലർ ഫോർമുല എഴുതാൻ വേണ്ടിയുള്ള ഒരു ജനറൽ ഫോർമുല പഠിച്ചായിരുന്നു. ആൽക്കൈൻ്റെ ഓർമ്മയുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ആൽക്കൈൻ്റെ കേസിൽ CnH2n+2 ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയാൽ എത്ര കാർബൺ ഉണ്ട് നമുക്ക്? 5 കാർബൺ. അപ്പോൾ എത്ര ഹൈഡ്രജൻ വരണം? C2 × 5 + 2. C5H2 × 5 10 + 2 12. C5H12. അങ്ങനെയല്ല നമുക്കിവിടെ കിട്ടിയത്. കണ്ട, അപ്പോൾ വരച്ചപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടി. ഫോർമുല വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു.